നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീൽ കളിക്കാൻ ഇറങ്ങുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരാവുക എന്നുള്ളത് ബ്രസീലിന് പ്രധാനമാണ്. കാരണം ലോജിസ്റ്റിക് വിഷയത്തിൽ ബ്രസീലിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ട്രെയിനിങ് ബേസിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനിന്ന് വിജയിച്ചേ പറ്റൂ. നല്ല മാർജിനിൽ ജയിക്കുകയും വേണം. എന്നാൽ ഈ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്ന് കോച്ച് കാർലോ അഞ്ചലോട്ടി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എത്ര മിനിറ്റ് ഇന്ന് നെയ്മറെ കളിപ്പിക്കും? കോച്ചിനോടാണ് ചോദ്യം. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ന് പുലർച്ചെയായിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ്. കുറച്ച് ഡിലേ ആയിപ്പോയി. ന്യൂജേഴ്സിയിൽ നിന്ന് മയാമിയിലേക്കുള്ള അവരുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു വെതർ കണ്ടീഷൻ കാരണം. ഏതായാലും ലേറ്റായിട്ടാണ് അഞ്ചലോട്ടിയുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസ് നടന്നത്. അപ്പോൾ ആ പ്രസ് കോൺഫറൻസിൽ ചോദിക്കുന്നു എത്ര മിനിറ്റ് നെയ്മർ ജൂനിയറെ കളിപ്പിക്കും. അഞ്ചലോട്ടി തമാശയായിട്ടാണ് മറുപടി പറഞ്ഞത്. ഹി ക്യാൻ പ്ലേ, നെയ്മർക്ക് കളിക്കാൻ പറ്റും, എനിക്ക് കളിക്കാൻ പറ്റും. 90 മിനിറ്റ് നടക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും, കളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അഞ്ചലോട്ടി തമാശ പറയുകയാണ്. എന്നിട്ട് നെയ്മറുടെ കാര്യത്തിൽ പറയാം. പിന്നെ അദ്ദേഹം സീരിയസ്ലി പറഞ്ഞു, നെയ്മർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നെയ്മർ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി വിത്ത് ഹിം. സോ നെയ്മർക്ക് കളിക്കാൻ പറ്റും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എത്ര മിനിറ്റ് എന്ന് പറയാൻ കോച്ച് തയ്യാറായിട്ടില്ല. പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം അഞ്ചലോട്ടിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ടാം പകുതിയിൽ കുറച്ച് സമയം നെയ്മറെ കളിപ്പിക്കുക. താരത്തിന് ഗെയിം റിതവും മറ്റു കാര്യങ്ങളൊക്കെ തിരികെ കിട്ടണം. അതിനുവേണ്ടി കുറച്ച് സമയം അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളതാണ്. നെയ്മറിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ കളിയിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നെയ്മർ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളിക്ക് വേണ്ടി അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ നെയ്മർക്കും കളിക്കാൻ പറ്റും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മറ്റ് താരങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് തന്നെയാണ് നെയ്മറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവൻ തിരികെ എത്തി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. അവൻ്റെ ക്വാളിറ്റി അതൊക്കെ വെച്ച് ടീമിനെ സഹായിക്കാൻ അവനെ കൊണ്ടാവും എന്നുകൂടി കോച്ച് പറഞ്ഞു. നെയ്മറുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടി, നെയ്മറുടെ ആറ്റിറ്റ്യൂഡ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വളരെ മികച്ചതാണ്. അവനറിയാം, അവൻ്റെ ടീംമേറ്റ്സിനെ വളരെ നന്നായിട്ട് അവനറിയാം. അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അവൻ്റെ ഗെയിമിനെ കുറിച്ചുള്ള നോളജ്, അതെല്ലാം കളിക്കാതിരുന്നപ്പോൾ പോലും അതൊക്കെ ഉപയോഗിച്ച് അവൻ ടീമിനെ സഹായിച്ചിട്ടുണ്ട്. ഏതായാലും അവൻ്റെ കാര്യത്തിൽ, അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്നുകൂടി കാർലിറ്റോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.